നമ്മൾ ലക്ഷ്മി കുബേര പൂജയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഇതുപോലെ കളം വരയ്ക്കണം. മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് അതല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് വരയ്ക്കാം. എന്നിട്ട് ലക്ഷ്മി കുബേരൻ്റെ കോയിൻ കിട്ടും. കാണുന്നുണ്ടോ? ലക്ഷ്മി കുബേര കോയിൻ നട്ടാൽ തന്നെ മതി, കിട്ടും. അല്ല കടയിൽ ചോദിച്ചാലും അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ അങ്ങനെ മേടിക്കട്ടെ. അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ 9 രൂപേൻ്റെ 5 രൂപ കോയിൻ അല്ലെങ്കിൽ 1 രൂപേൻ്റെ കോയിൻ വേണം, അല്ലെങ്കിൽ 108 കോയിൻ വെക്കണം. ഈ കുബേര ദീപം, പിന്നെ നമ്മളത് കുലദൈവത്തിൻ്റെ അത് ഫസ്റ്റ് കത്തിച്ച കാരണം അത് കെട്ടുപോയി. പിന്നെ മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഉണ്ടമഞ്ഞൾ, ജാതിക്ക, വയമ്പ്, പിന്നെ സോഴി, പിന്നെ ഗോമതി ചക്രം, കുന്നിക്കുരു, അത് പിന്നെ പച്ചക്കർപ്പൂര, അതുപോലെയൊക്കെ സാധനങ്ങൾ വെക്കാനാണ് പറയുന്നത്. താമരൻ്റെ വിത്ത്, ഏലക്ക 3, പിന്നെ ഗ്രാമ്പു 3, അതുപോലെയൊക്കെ ഇതിൽ കാണുന്നുണ്ടോ? പിന്നെ ഇതും ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കടലയും പരിപ്പ്, പച്ചരി, ഉപ്പ്, പൈസ, എന്തെങ്കിലും സ്വർണം വെള്ളി ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. പിന്നെ നമ്മളെ ഗണപതി, പിന്നെ എൻ്റെ ലക്ഷ്മി ദേവി, അപ്പോൾ ചെറിയ 2 ആനക്കുട്ടീനെയും വെച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി ദേവിക്ക് താലി വെക്കുന്നെന്ന് പറയും. അപ്പം മഞ്ഞളിൽ മഞ്ഞക്കയറ് കെട്ടിയതാണ്. ഇത് നമ്മൾ അന്നപൂർണേശ്വരി ദേവി. ഇത് നമ്മൾ കുബേര പൂജയ്ക്ക് മെയിൻ കുബേരനും ലക്ഷ്മി ദേവിയല്ല വേണ്ടത്. അപ്പം കുബേരനും ഉണ്ട്, അടുത്ത് ചെറിയ ലക്ഷ്മി ദേവിയുണ്ട്. അത് പൂ കാരണം കാണുന്നുണ്ടാവില്ല. അതിലും കുബേരൻ്റെ മുന്നിലും കുറച്ച് ചില്ലറ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പുദീപം കത്തിക്കും, ലക്ഷ്മി ദേവിക്ക് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഇവിടെ വെക്കുന്ന ദൈവങ്ങൾ, ഇതിപ്പോൾ പൂജ ചെയ്യുമ്പോൾ താഴെ വയ്ക്കും, അല്ലാത്ത സമയത്ത് ഇവിടെ ഈ ടേബിളിൽ ഇങ്ങനെ വെക്കുന്നത്. എൻ്റെ ലക്ഷ്മി ദേവി, വാരാഹി ദേവി, ബാബ, കൃഷ്ണൻ ഉണ്ടല്ലേ, പിന്നെ മുരുകനുണ്ട്. ഈ മുരുകനെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥിക്കുന്നതാണ്. പൂജയൊക്കെ ചെയ്തിട്ട് എനിക്കറിയുന്ന പോലെ അഭിഷേകമൊക്കെ നമ്മൾ പാല്, പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് അതുപോലെയൊക്കെ അഭിഷേകം ചെയ്യൽ, അതുപോലെയൊക്കെ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് മഞ്ഞൾ വെള്ളം ഒഴിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം കുങ്കുമം പൊട്ടൊക്കെ വെച്ചതിന് ശേഷം മുരുകനെ അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ അതിന് ശേഷം വെറ്റില ദീപം കത്തിക്കും. 2 വെറ്റിലയും വെച്ചിട്ട് അതിൽ 2 പഴം അടയ്ക്കും വെച്ചിട്ട് ഇപ്പുറത്ത് 6 വെറ്റില വെച്ചിട്ടുള്ള ദീപം കത്തിക്കും. നമ്മളത് തുടർന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ അറിയും. ലക്ഷ്മി കുബേര പൂജയാണെങ്കിലും ശരി, മുരുകനുള്ളതാണെങ്കിലും നമുക്ക് നല്ലോണം അതിൻ്റെ വ്യത്യാസം അറിയും. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ലക്ഷ്മി കുബേര പൂജ വന്നിട്ട് നമ്മൾക്ക് പണം വരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇത്, പിന്നെ പുതിയ സ്വർണം മേടിക്കുക, വെള്ളി അതുപോലെയൊക്കെ പ്രാർത്ഥിച്ചാൽ നടക്കും ലക്ഷ്മി കുബേര പൂജൻ്റെ ഇതിന്. മുരുകന് നമ്മൾക്ക് സ്വന്തം വീട്, പഠിപ്പ്, ജോലി അതുപോലെയൊക്കെയാണ് ചൊവ്വാഴ്ച ദിവസം മുരുകന് പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ നടക്കുന്ന കാര്യങ്ങൾ.